Welcome to Cutie the Beauty Soap and BSY Noni Hair Color Shampoo. Co-presents Mr. and Mrs. Blockbuster partner MyG, co-powered by Asian Paints, Cadbury Dairy Milk, Crispello. Special partner Soapik. കിട്ടോ ഇന്ന് ഫുൾ എനർജി ആയിരിക്കും ഞാൻ. കണ്ടോ എന്റെ ഡ്രസ് തന്നെ കണ്ടില്ലേ? അത്രയും കേട്ടോ, അത്രയും എനർജി ഇല്ല. ഫുൾ എനർജി ആയിരിക്കും. ഫുൾ എനർജി പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ മൂത്താശാനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ജിപി. ജിപി എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് ഭയങ്കര ഒന്നുമില്ല, എല്ലാ ദിവസവും സുന്ദരിയാണല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ ചാടി ആയിരിക്കും നിൽക്കുന്നത് ഗൈസ്. ഓക്കെ, നമുക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാർ കപ്പിളിനെ വെൽക്കം ചെയ്യാം. സൂപ്പർ സ്റ്റാർ ഗാലറിയിലേക്ക് സൂപ്പർ സ്റ്റാർ കപ്പിൾസ്. ഇന്ന് നിങ്ങളുടെ വേറൊരു മുഖമായിരിക്കണം സൂപ്പർ സ്റ്റാർ ഗാലറിയിലെ സൂപ്പർ കപ്പിൾസിന് അടുത്ത് നമുക്ക് കിട്ടേണ്ട പൈപ്പ് നമ്മൾ പൊളിച്ചടങ്ങും. പൊളിച്ചടങ്ങും എന്നല്ല, പൊളിച്ചടുക്കും. ഞങ്ങൾ പൊളിച്ചടങ്ങും. ആദ്യം തന്നെ കയ്യിൽ നിന്ന് പോയേക്കുവാ. പൊളിച്ചടക്കും. പൊളിച്ചടങ്ങ് അടക്കമല്ല, അടങ്ങാൻ പറയുന്നു. നിങ്ങൾ പൊളിച്ചെടുക്കും നമ്മുടെ വക്കീൽ അറിഞ്ഞോണ്ടാ തോന്നുന്നു. പുള്ളി വന്നിട്ടേ ഇല്ല. സൂപ്പർ സ്റ്റാർ ഗാലറിയിൽ ഇവരാണ് പിന്നെ ഞാൻ വരണ്ടല്ലോ. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ഞാൻ അഡ്വ ബിനു പൊറ്റക്കുഴി. അഡ്വ ബിനു പൊറ്റക്കുഴി അല്ല, ഈ അഡ്വക്കേറ്റ് ബിനു പൊറ്റക്കുഴി. മലയാളത്തിൽ എഴുതുമ്പോ മറ്റേ അഡ്വ അങ്ങനെയാണല്ലോ സാധാരണ ഇലക്ഷൻ വെക്കുമ്പോ അങ്ങനെയാണല്ലോ. പക്ഷേ ഈ അഡ്വക്കേറ്റിന്റെ മുണ്ടൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ ഒന്ന് ഇലക്ഷനിലേക്ക് ഇറങ്ങിയാലോ, അല്ലെ രാഷ്ട്രീയമൊക്കെ അല്ലേ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മേലിറങ്ങാത്ത ഇഷ്ടം പോലെ കാശുണ്ടാക്കാലോ എന്നൊരു ചിന്താഗതി എന്നിൽ വന്നു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും ചേട്ടൻ. എന്തായാലും വന്ന സ്ഥിതിക്ക് 2 പണി നടക്കുമല്ലോ. ഇവിടെ നിന്ന് ഇവരെ ക്യാൻവാസും ചെയ്യാം. ഇവിടെ ആകുമ്പോ വക്കീൽ പണി നടക്കും. 2 നടക്കും. തൽക്കാലം അവിടെ സീറ്റ് അവിടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ അപ്പം നിങ്ങൾ എല്ലാവരും എനിക്കിട്ട് തന്നെ കൂത്തണം കേട്ടോ. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് മുഴുവൻ നമ്മൾ അഡ്വ ബിനു പൊറ്റക്കുഴിക്കിട്ട് കുത്തുന്നതായിരിക്കും. ഓക്കെ, അങ്ങോട്ടിരുന്നാട്ടെ. വേറെ അർത്ഥം വെച്ച് പറഞ്ഞതല്ലോ. അല്ല, എനിക്ക് അങ്ങനെ ഒരു തോന്നി, ഒരു മൂല അങ്ങനെ തോന്നി കണ്ടോ. നമ്മുടെ സ്വന്തം നേതാവ്, ജനങ്ങളുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്, ചുവരഗതിക മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, പകുതിന് ബാക്കേറ്റം, വേണ്ടി നമ്മുടെ ആദ്യത്തെ റൗണ്ടിലേക്ക് പോകാൻ പോവാണ്. എന്താണ് ആദ്യത്തെ റൗണ്ട്? Taste Bud Challenge. പ്രോപ്പർട്ടീസ് വെറുതെ. ടേസ്റ്റ് ബഡ് ചലഞ്ചിന് പിള്ളേർ റെഡി ആയിട്ട് നിൽപ്പുണ്ട്, കണ്ണു കെട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു സാധനം എടുത്ത്, ഒരു ഐറ്റം എടുത്ത് നമ്മൾ ഭാര്യയോ ഭർത്താവിനെയോ ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലൂ കൊടുത്തുകൊണ്ട് അത് പാർട്ട്ണറിനെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് ദൗത്യം. ആദ്യം നമുക്ക് ഭാര്യമാരിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, തുടങ്ങാ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഐറ്റം നമ്മൾ ലെനയ്ക്ക് കൊടുക്കുകയാണ്. റെഡി? ഓക്കെ, തുടങ്ങിക്കോ. നീ വല്ലതും പറയുന്നുണ്ടോ? അതൊരു ക്ലൂ ആയിരുന്നു. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. വീട്ടിലെ അതുപോലത്തെ അതിന്റെ ഒരു സാധനം. ഡയറക്റ്റ് ക്ലൂ കൊടുക്കാൻ പാടില്ല. അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ ഈ പറഞ്ഞ സാധനം തന്നെ അത് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്ത് ഇട്ട് വെച്ചിരുന്നിട്ട് എടുത്ത് കഴിക്കുന്ന സാധനം. അതില് ആ പറഞ്ഞ സാധനം, രണ്ടാമത് പറഞ്ഞ സാധനം, ഏത് പറഞ്ഞ സാധനം? നാരങ്ങ കൂടെ മറ്റേ സാധനം പറഞ്ഞില്ലേ? പുളി. പുളിയോ? സമാധാനപരമായിട്ട് ക്ലിയർ ആയിട്ട് പറ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അച്ചാർ. ഏതാ? നാരങ്ങ അല്ലാതെ മറ്റേത് വേറെ, മറ്റേതേതാ? മാങ്ങ. അത് ഈ മാങ്ങ ഉപ്പിലിട്ടത്. മാങ്ങ ഉപ്പിലിട്ടതാണോ? ആണോ? ആയിരിക്കും. ആയിരിക്കുമല്ല, ആണോ അല്ലേ? ആണോ ലെന? അതാണ്. ആണോ? ഓക്കെ, ലാസ്റ്റിൽ അറിയാം. ഓക്കെ, ഇനി മാങ്ങ ഉപ്പിലിട്ടതാണ് നിഖില് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അല്ലേ? അടുത്ത സാധനം കൊടുക്കാം, അടുത്ത ഐറ്റം കൊടുക്കാം.
ആ അത്രയും തുറക്കണ്ട, ചെറിയ സ്ഥലം. ആ ആ. ഓക്കെ, റെഡി, കടിച്ചോ, തുടങ്ങിക്കോ. പൂ പോലെ ഇരിക്കണേ. പൂക്കേക്ക്. 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 അത് തന്നെ അറേഞ്ച് ചെയ്യുന്ന ഒരു വെള്ളപ്പൂ. ചെറുത്. ചെറിയ കേക്ക്. കപ്പ് കേക്ക്. ചെറുത് പൂവിന്റെ ആകൃതിയുള്ള കപ്പ് കേക്ക്. കേക്കല്ല മനുഷ്യ. പൂ പറ, ടേസ്റ്റ് പറയണ്ട. കുഞ്ഞു സാധനം. ആ, കുഞ്ഞു സാധനം. കുഞ്ഞു സാധനം. അടുക്കളയിലൊക്കെ കാണണ, അടുക്കളയിലുള്ള കുഞ്ഞിത്. അതിന്റെ ടേസ്റ്റ് പറയാം. ടേസ്റ്റില് Taste പറ. എരിവുണ്ട്. ആ, എരിവുണ്ട്. അടുക്കളയിലുണ്ട് കുഞ്ഞു സാധനം. ഒരു പോക്കറ്റിലുണ്ട്. പുകച്ചിലുണ്ട്. പോക്കറ്റിലോ? കാന്താരി മുളക്. ഒരു കുഞ്ഞു സാധനം. കുഞ്ഞു കുഞ്ഞു സാധനം. കുരുമുളക്. എന്റെ മനുഷ്യ ആലോചിക്കേ. ആലോചിക്ക് മനുഷ്യ. പൂ പോലെ ഇരിക്കണത്. പൂ പോലെ ഇരിക്കണേ. എരിവുണ്ട്. എരിവുണ്ട്. മത്തങ്ങ മുളക്. പൂ പോലെ ഇരിക്കണം. മത്തങ്ങ മുളക്. ആ മത്തങ്ങ മുളക് പൂ പോലെ ഇരിക്കും. പറ, ഇത് അതിന്റെ പർപ്പസ് പറ. എന്താ മത്തങ്ങ മുളക് കുഞ്ഞിതാണോ? അതിന്റെ ഉപയോഗം എന്തൊക്കെയാ? അത്തപ്പൂടോ അത് വെച്ച് നമ്മള് ബന്ദിപ്പൂ. അടുക്കളയിൽ എന്തിനു വെന്തിപ്പൂ കൊണ്ടുവയ്ക്കണേ? പത്തപ്പൂ ഇടുന്ന് പറഞ്ഞാ പറ. അത് ജീവനെ അടുക്കളയില് ഭക്ഷണത്തിലൊക്കെ ഇടും. ജീവൻ കണ്ടിരി. കാപ്പി കളറ് കുഞ്ഞു സാധനം. കാപ്പിപ്പൊടി. നല്ല മണക്കിട്ട്. കാപ്പിപ്പൊടി. കാപ്പിപ്പൊടി. കാപ്പിപ്പൊടി ഭക്ഷണത്തിൽ ഇടുന്ന മനുഷ്യ. ആ, ഇടും. കാപ്പിപ്പൊടിക്ക് എവിടെ കുരുമുളക് പൊടി. ഓംലെറ്റ് ഇടുന്നത്. പൂ പോലെയാണ് കുരുമുളക് ഇരിക്കണേ. ആ, അടുത്തേ. ഈ പൂവിൽ നിന്ന് കുഞ്ഞിത്. വിരിച്ചിട്ടാണല്ലോ കുരുമുളക് നല്ല ഉണ്ടാവുന്നത്. മണം കിട്ടാനുള്ള സാധനം. ഗ്രാമ്പു. 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 ആണോ? ഗ്രാമ്പു ആണോ? ഗ്രാമ്പു. ഉറപ്പാണോ? നോക്കാം, നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നോക്കാം. ഓക്കേ. അടുത്ത ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് നിഖിലിനാണ്. ആ, ഒരു കടി കടിച്ചോ. ഇനി പറഞ്ഞോ, പറഞ്ഞോ. അവൻ പറ സ്റ്റാർട്ട്. ലെന, ഉരുണ്ടിരിക്കും. നല്ല 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 ഇത് നല്ല നല്ലൊരു രുചിയാണ്. നല്ലതാണ്. ഇത് നല്ലൊരു ഇതാണ്. നല്ലതാണ്. നല്ലൊരു ഇതാണോ? ഇതിന് നല്ല ഇതാണ്. ഏതാണ്? ഇത് ഇത് പൊളിയാ. ഇതിപ്പോ നമ്മുടെ മുമ്പ് ഭരണിയിൽ കിട്ടുമായിരുന്നു കടകളില്. ഭരണി അച്ചാറൊക്കെ അല്ലേ കിട്ടുന്നത്? അല്ല, ഭരണിയിൽ വേറെ സാധനങ്ങൾ കിട്ടും. ഇപ്പൊ പക്ഷെ ഇതിന് പാക്കറ്റുകളിലൊക്കെ ടേസ്റ്റ് പറ. എന്താ ടേസ്റ്റ് എന്ന് പറ. ടേസ്റ്റ് പറ. മധുരം, മധുരം. ആ, അതെ. ആ. പിന്നെ എന്താണ് പറഞ്ഞ Soft ആണ്. ഉരുണ്ടിരിക്കുമെന്ന്? സോഫ്റ്റ് ആണ്, ഉരുണ്ടിരിക്കും. സോഫ്റ്റ് ആണ്. അതെ അതെ, പെട്ടെന്ന് പറ. ഭരണിക്കുള്ളിൽ ഇപ്പൊ ഉരുണ്ടിരിക്കും. ആ, മുമ്പ് ഭരണി, അത് തന്നെ നല്ലൊരു ക്ലൂ ആണ്. അത് പറഞ്ഞില്ലായിരുന്നു ഇനി പറയണ്ട. ഭരണിക്കുള്ളിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ പാക്കറ്റിലിരിക്കും. നമ്മള് എനിക്ക് തോന്നുന്ന ഈ ഒരു മാസത്തിനകത്ത് നമ്മൾ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് വീട്ടിൽ. ഈ മാസത്തിൽ ഇത് വാങ്ങിച്ചു. സെയിം സാധനം വാങ്ങിച്ചോണ്ട് My വന്നിട്ടുണ്ട്. God. ആ നമ്മുടെ സാധനം ഷോപ്പിലില്ല. ആ സാധനം ഒരു 10-20 എണ്ണം ഒരു കവറിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അതെ അതെ, ചെറുത് കവറിലിട്ട് ചിലപ്പോ വെച്ചേക്കുന്നത്. 20 വരും, ചിലപ്പോ 30 ഒരു വരും. ഓറഞ്ച് കളറ്. അങ്ങനെ സാധനം പറ. തേൻമുട്ടായി. ആ, തേനുണ്ട. ഓക്കെ, അപ്പോ നിഖില് കഴിഞ്ഞു. ഇനി അപ്പൊ നമ്മള് ബിബിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ, ഇതൊരു ഉഗ്രൻ ഐറ്റമാണ്. ഓക്കെ, ഇവിടെ മണം പിടിക്കുന്നുണ്ട് ചിലവർ. എരിവല്ല പുളിയില്ലാത്തൊരു സാധനം. കറിയൊന്നും ഇല്ലാത്തപ്പോ നമ്മളത് ഇത് കൂട്ടാറുണ്ട്. ഈ സാധനം അച്ചാറല്ല. വലിയ ടേസ്റ്റ്, എരിവും പുളിയൊന്നും ഇല്ല. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും തോന്നല്ല. നമ്മള് ചീഞ്ചട്ടിയിലെ സാധനം ഉണ്ടാക്കണത്. എണ്ണയൊക്കെ ചീനച്ചട്ടിയിലെ എണ്ണയില് ഈ ബോൾ മീൻ വറക്കണേണോ? അല്ല സുഖിയൻ സവാള സവാളയൊക്കെ ഇടും. ഇതിനകത്ത് സവാളയൊക്കെ ഇടും. സവാള ഉള്ളിവടാ അല്ല അല്ല കറിയില്ലാത്തപ്പോ ഇവര് ഉള്ളിയോടെയാണ് എനിക്ക് ഉണ്ടാക്കി തന്നെ. കളർ പറ. കളറ് മഞ്ഞയും പച്ചയൊക്കെ ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന്. പച്ചയോ? മഞ്ഞയും പച്ചയൊക്കെ ആയിട്ടുള്ള ഒരു കളർ. കാപ്പി, വയലറ്റ്. മജന്ത. ഞാൻ ഉണ്ടാക്കി തന്നത്. ഇത് നമ്മൾ 2 രീതിയിൽ ഉണ്ടാക്കും. ഡയറക്റ്റ് ക്ലൂ പറയാൻ പാടില്ല. അതാണ് എങ്ങനെ പറഞ്ഞത്. 2 രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നമ്മളൊരു ജീവിയിൽ നിന്ന് ജീവി തന്നെ ഒരു സാധനമാണ്. അതിന് അയ്യോ, കോഴിയാണോ? കോഴിയല്ലോ. അടുത്ത കോഴിയുടെ പ്രൊഡക്റ്റ് പോരട്ടെ. പറ കോഴിയുടെ മുട്ട. അത് ഉണ്ടാക്കണ സാധനം പറ. മുട്ട അല്ല, അടുത്ത് വന്നു. പറ. അത് തന്നെ. എല്ലാരും ഓരോ റൗണ്ട് മത്സരിച്ചു. ഓക്കെ, നന്നായിട്ട് എല്ലാരും ഗെയിം കളിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത നമുക്ക് രണ്ടാമത്തെ ഐറ്റം കൊടുത്താലോ? അല്ലേ, എനിക്ക് കൊടുക്കാം. റെഡി? ഈ ഐറ്റം കൊടുക്കാം. കുഞ്ഞുമാവ് ആ തുറക്ക്. ഇത് വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരു സാധനമാണ്. പായസം. അതെ, അതില് ഒരു വെളുത്ത കളറില് നമ്മുടെ വീട്ടില് വിശേഷ ദിവസങ്ങളിൽ വെക്കുന്ന സാധനം. വിശേഷ വേദായ ഈ പായസമാണോ? പായസമാണ്. ജസ്റ്റ് നമുക്ക് അടുത്ത സാധനം ടേസ്റ്റ് ചെയ്യാം.
പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. പൊരി വെള്ള നിറാണ്. പൊരി പൊരിയല്ല. പൊരി പൊരി പൊരിയല്ല, വട്ടത്തിലാണോ? വട്ടപ്പം അല്ല, വട്ടപ്പം ആവിയിലുണ്ടാക്കണേ. ആവിയില് പുട്ട് പുട്ട് ആവിയില് പുട്ട്. കൊറേ സമയം വേണം ഉണ്ടാക്കാൻ. ഒരു 4 ദിവസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അത് കഴിക്കാറില്ല. ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഉണ്ടാക്കി തരാണ്. ഉണ്ടാക്കി ഞാൻ മടുത്ത സാധനമാണ്. ക്ലൂ ബിരിയാണി ഉണ്ണിയപ്പം ആവിയില്. ഉണ്ണിയപ്പോ ആവിയിൽ ആരുണ്ടാക്കണേ ചേട്ടായി? ബിരിയാണി പിന്നെ ആവിയിലാണല്ലോ. അടുത്ത വെള്ള കളറാണ്, റൗണ്ട് ആണ്. പീച്ചപ്പം സാധനത്തിന്റെ പേര് പറ മനുഷ്യ. ഇഷ്ടമുള്ള സാധനം കൊച്ചിന് കൊടുത്ത് തിന്നാറില്ല. പഞ്ചസാര ഒക്കെ ഇട്ട് തിന്നും നമ്മള്. പാൽക്കഞ്ഞിയിൽ പഞ്ചസാരയാ. ഒരു മനുഷ്യ ഒരു കളിയിലെങ്കിലും ജയിക്കണ്ടേ? നൂഡിൽസ് 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 ആവിയിലോ? നൂഡിൽസ് പോലെ ഇരിക്കും വേറൊരു കഴിഞ്ഞു. നമുക്ക് കഴിക്കാടാ മോനെ. എനിക്കാണോ? റെഡി. ഇത് ഈ കുനുകുനുകുനുകുനാന്ന് ഇങ്ങനെ നടക്കുന്ന കുറെ സാധനങ്ങളാണ്. അത് കുറെ സാധനങ്ങളിലൂടെ കൂടി ചേരുമ്പോൾ ഉള്ളൊരു സാധനമാണ്. അതാണ് ആ സാധനം. കുറെ സാധനങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു സാധനം. കുറെ സാധനം കൂടി ചേർന്ന ഒരു സാധനം. ഓക്കെ. ഒരു മീഡിയം സ്പൈസി. സ്പൈസി ഒരുപാട് സാധനമുണ്ട്. നല്ല ക്ലൂ ആണ്, വളരെ നല്ല ക്ലൂ ആണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. മേടിക്കുന്നതാണോ? വെളിയിൽ നിന്ന് നമ്മൾ പോയി നമ്മളെ മരത്തേന്ന് കുലുക്കിടുന്നു. നമ്മുടെ കഫേലുണ്ടോ? അതിലുണ്ട്. പിന്നെ എനിക്കും മോൾക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അവളുടെ പ്രായത്തില് ഞാനും ഇത് ഒരുപാട് തിന്നുമായിരുന്നു. മിച്ചർ ആണോ? ഉറപ്പാണോ? നമുക്ക് നോക്കാം. ചേട്ടനും മോക്കും ഒരുപോലെ ഇഷ്ടമുള്ള സാധനം. പിന്നെ റെഡി. കുറച്ച് വലിയ പാവ. വായുടെ കണക്ഷൻ അങ്ങ് കൊടുത്തേ. എടുക്കാതെ ഫുള്ള് കടിക്ക്. ബേക്കറിയിൽ കിട്ടുന്ന സാധനമാണ്. ബേക്കറിയിൽ ഇടണ ബ്രെഡ് അല്ല, മിച്ചറ്. മധുരമുണ്ട്. മധുരമുള്ളത് പഞ്ചസാരയുള്ള മിച്ചർ. ഉരുണ്ടിരിക്കും. സ്വീറ്റ് പൊറോട്ട. നല്ല മധുരമുണ്ട്. സ്വീറ്റ് പൊറോട്ട നിനക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. എനിക്ക് എന്തോ അറിയാം. നമ്മള് വീട്ടിൽ മേടിക്കാറില്ല സാധനം. മേടിക്കാറില്ലേ? ഇല്ലേ? മേടിക്കാറില്ല. പേടയാണോ? പേടല്ല. പിന്നെ പറ. നമ്മള് വലിയ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടാറില്ല സാധനം. ഫംഗ്ഷൻ പോകുമ്പോ കിട്ടും. ഗുലാബ് ജാം ആണോ? അല്ല. അല്ലേ? എന്താ പേര് പറ. ഫംഗ്ഷന് പോകുമ്പോ ഐസ്ക്രീം. അല്ല. പിന്നെ ഐസ്ക്രീമിന്റെ കൂടെ ഇട്ട് വരാറുണ്ട് സാധനം. തിന്നണ സാധനം അല്ല. ഫ്രൂട്ട് സലാഡല്ല. പിന്നെ എനിക്ക് ഇതിന്റെ സത്യം പറഞ്ഞാൽ എന്നാ തിന്നണേന്ന് മനസ്സിലായിരുന്നു. ഞാൻ കഴിച്ചിട്ടുള്ള സാധനം ഉണ്ട്. പുള്ളി തിന്ന കൂട്ടത്തിൽ അതിന്റെ പേരും കൂടെ തിന്നു. ഇനി അതിന് പേരില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ബിബിന് ഈ ഐറ്റം എന്താണെന്നുള്ളത് കിട്ടിയിട്ടില്ല. അപ്പോ നമ്മളിത് ജസ്റ്റയ്ക്ക് കൊടുത്തിട്ട് ബിബിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ. എവിടെയാ? നല്ല പോലെ വാ തുറക്ക്. കുറച്ച് തല മേളിലോട്ട് വെക്ക്. ജൗന്ന് പറഞ്ഞിട്ട് കഴിക്കണം. നല്ല മധുരമുള്ള സാധനം. മധുരമുള്ള സാധനം. ഉരുണ്ടത്. കാപ്പി കളറ്. ബിബിൻ പറഞ്ഞ അതേ ക്ലൂ തിരിച്ചു പറയാനല്ല. വെള്ളത്തിൽ കിടക്കുന്നത്. പാനിയിൽ കിടക്കുന്നത്. ഉണ്ണിയപ്പം ആണോ? അല്ലല്ലോ. ഉണ്ണിയപ്പം അല്ല. വെള്ളത്തിൽ ഈ പറഞ്ഞ പോലെ ഐസ്ക്രീമിൽ ഇട്ട് നമുക്ക് കിട്ടാറുണ്ട്. ക്രീം കേക്ക്. സെയിം ക്ലൂ തിരിച്ചു പറഞ്ഞു കൊടുക്കും. കേക്ക് ക്രീം കേക്ക്. കേക്കല്ല, ഞാൻ ട്രൈ ചെയ്ത് ചേട്ടായിക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പാനിയിലിട്ട് ഇങ്ങനെ ഇളക്കി തന്നത്. 3 പാനിപൂരി. അല്ല, പാനിപൂരി. പാനിപൂരി 2. ഉണ്ണിയപ്പം പോലെ പാനിക്കകത്തെടുത്ത പാനിപൂരി. നല്ല വിദഗ്ധമായിട്ട് ഇവർ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ സാധനമായിട്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചാലോ? ഇത് ഇവരിൽ ആർക്ക് കൊടുക്കണം? നല്ലതാണോ? എനിക്ക് മതി. അടുത്ത ശരിക്കും ലെനക്കാണ് കൊടുക്കണ്ടേ? അല്ലേ? ഓക്കെ. എന്താ ആക്രാന്തം.
ലെനയുടെ മുഖം പകുതി കവാടാ, എന്നിട്ടും എന്തൊരു എക്സ്പ്രഷൻ നോക്ക്. മണം കൊണ്ട് തന്നെ ഞാനത് എനിക്കിത് മനസ്സിലായില്ല കണ്ടുപിടിച്ചു. അത്രയും ഇഷ്ടപ്പെട്ട ഒരു സാധനം. എനിക്കല്ല, ചേട്ടനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇന്നലെ ചപ്പാത്തിയുടെ കൂടെ ചിക്കൻ ഫ്രൈ. ആണോ? എനിക്ക് നന്നായിട്ട് ചവച്ചു നോക്ക്. ഇതൊരു നോർമൽ ഫുഡ് അല്ല, ഇന്നലത്തെ ബാക്കിയാ. അപ്പൊ നമുക്ക് ജസ്നയിലേക്ക് വരാം. ഇത് കുറച്ച് വേണോ, കുറച്ചധികം വേണോ? മധുരം ഇഷ്ടമല്ലാത്ത കുട്ടിയല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ചേ തരുന്നുള്ളേ. ഇച്ചിരി പൊക്ക് തല. ഓക്കെ, കമോൺ. എരിവുള്ള സാധനം. എരിവുള്ള സാധനം. മുളക്. തൂങ്ങി കിടക്കുന്ന സാധനം. എരിവുള്ള തൂങ്ങി കിടക്കുന്ന സാധനം. എരിവുള്ള തൂങ്ങി കിടക്കുന്ന സാധനം. തൂങ്ങി കാന്താരി മുളക്. താഴത്തേക്ക് തൂങ്ങി കിടക്കുന്ന സാധനം. അടുത്ത ക്ലോറാ. പുളിയില്ല, എരിവാണ്. എരിവ്. നെല്ലിക്ക. കാപ്പി കളറാണ്. കുനുകുനുകുനുള്ള ചെറിയ 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 ഇതാണ്. നമ്മുടെ പറമ്പിലുണ്ടായിട്ട് ഉണങ്ങിപ്പോയതാണ്. പിന്നെ അതിന്റെ ഇല കണ്ടു കഴിഞ്ഞാൽ ഏകദേശം വെറ്റിലയുടെ ഇല പോലെ ഇരിക്കും. ഡയറക്റ്റ് ക്ലൂ. നോ. കുരുമുളക്. ഡയറക്റ്റ് ക്ലൂ ആണോ? അല്ല. ഓക്കെ, തൽക്കാലത്തേക്ക് വിടാം അല്ലേ? നല്ല കൈഡി. ലെനയും നിഖിലും നന്നായിട്ട് കളിച്ചു. എല്ലാ ആൻസേഴ്സും കിട്ടി. ഇവിടെ ജസ്നയുടെ കൗണ്ടേഴ്സ് ഭയങ്കര രസമായിരുന്നു കേൾക്കാനായിട്ട്. അപ്പോൾ രസനായിരുന്നു. തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ എവിഡന്റ് ആയിട്ട് ലെനയും നിഖിൽ തന്നെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ബിബിനും ജസ്നയും നിങ്ങൾ നന്നായി അറ്റംപ്റ്റ് ചെയ്തു. അതിന്റെ തെളിവാണ് ഒരു ടേസ്റ്റും ഇല്ലാത്ത സാധനം എന്ന് പറഞ്ഞപ്പോ പൊരി എന്ന് പറഞ്ഞത്. അതൊരു ചെറിയ കാര്യമല്ല, ഞാൻ ഒരുപാട് ഓർത്തോർത്ത് ചിരിച്ചൊരു സാധനമാണ്. നിങ്ങളുടെ ആ എഫേർട്ട് നല്ല വ്യത്യാസമായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വന്നിട്ടൊരു നേരം പോക്കല്ല നിങ്ങൾ ചെയ്യുന്നത്. സൂപ്പർ സ്റ്റാർ കപ്പിൾ. ഈ ഗെയിം അടിപൊളിയായിരുന്നു. ഇവർ രണ്ടുപേര് ചെയ്തപ്പോഴും ഭയങ്കര ലൈവായി. ഈവൻ ജസ്നയും ബിബിനേട്ടനും ചെയ്തപ്പം നല്ല ലൈവായിരുന്നു. അത് കുറേ കോമഡി അവിടെ വർക്കൗട്ട് ചെയ്തു അവര്. നിഖിലേട്ടനും ലെൻ ചേച്ചിയും ചെയ്യുമ്പോഴേക്കും അവർ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ക്ലൂ പറയുമ്പോൾ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു. അവരുടെ ഫാമിലി ആയാലും സിറ്റുവേഷൻസ് ആയാലും സൂപ്പറായിട്ട് അവർ റിലേറ്റഡ് ആയി പറഞ്ഞുകൊണ്ട് നിഖിലേട്ടനും ലെൻ ചേച്ചിക്കും വേഗം അത് പിടിച്ചെടുക്കാൻ പറ്റി. അതുകൊണ്ട് അവർ കുറേ ആൻസേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിരുന്നു ഗെയിം. രണ്ടുപേരും അടിപൊളിയായി പെർഫോം ചെയ്തു. ചിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ബഡ് ചലഞ്ചില് നമ്മളുടെ ഇന്നത്തെ വിന്നേഴ്സ് നിഖിൽ ആൻഡ് ലെന. ഓക്കെ, അപ്പൊ നമ്മള് ഒട്ടും സമയം കളയാതെ നമ്മൾ അടുത്ത ടാസ്കിലേക്ക് പോവാണ്. അടുത്ത ടാസ്കിന്റെ പേര് ഹസ്ബൻഡ്സ് ഇൻ ഗോവ. ഹസ്ബൻഡ്സ് ഇൻ ഗോവ. നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിച്ചു നിർത്തും. തിരിഞ്ഞിരിക്കൂ, മുട്ടി നിൽക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യത്തിന് ഇവർക്ക് സ്റ്റാർസ് കൊടുക്കാം. ഭർത്താവിന് ഭാര്യയ്ക്ക്, ഭാര്യ ഭർത്താവിന് സ്റ്റാർസ് കൊടുക്കാം. ഓക്കെ, ഈ സ്റ്റാർസ് കറക്റ്റ് ആണെങ്കിൽ പണിഷ്മെന്റ് ഇല്ല, സേഫ്. കറക്റ്റ് അല്ലെങ്കിൽ ശരീരത്ത് കിടക്കുന്ന തുണി ഓരോന്നോരോന്നായി വലിച്ചെറിയും. ഞങ്ങളല്ല, നിങ്ങളറിയാം. അയ്യോ, ഒന്നും ആരും ഒന്നും ചെയ്യാതിരിക്കട്ടെ. ചോദ്യം നമ്പർ 1, ഭാര്യയുടെ പാചകം. ഇതിന് നിങ്ങൾ എത്ര സ്റ്റാർ കൊടുക്കും? ആദ്യം അജിത്തിനും ഡോണയ്ക്കുള്ള അവസരമാണ്. 2, 1. ആയി, നല്ല കേടി. തെറ്റി. ഓക്കെ, ഏതാ ഊരുന്നത്? പാൻഡൂരിന്റെ ഷർട്ട് വാച്ച് മിടുക്കൻ. ചോദ്യം നമ്പർ 2 ഷിട്ട് വായിച്ചോ. ഭർത്താവിന്റെ വിവരം. ആദ്യം എത്ര റേറ്റിംഗ് കൊടുക്കും ഭർത്താവിന്റെ വിവരം? 5-4. ഒരു നൂലിക്ക് വ്യത്യാസം. ഒരു 5 അങ്ങ് കൊടുത്തു. അജിത്ത് ആൻഡ് ഡോണ. ഇനി എന്തോ വരും? വാച്ചോരിക്കോ. മൂന്നാമത്തെ ചോദ്യം, ഭാര്യയുടെ വായ്നോട്ടം. റെഡി, 3, 2, 1, ഗോ. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ? അസലായി നോക്കും. വെരി ഗുഡ്. അത് സമ്മതിച്ചു തരാൻ ഡോണയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഊരുന്നത് നിന്റെ ഷർട്ടും നിക്കറൊക്കെ ആയിരിക്കും. ഊരിക്കോ. ഹിമ, സുമിത്, ഭാര്യയുടെ വായ്നോട്ടം. തിരിഞ്ഞോ.
5 ശിക്ഷ കൊടുക്കണം. ഊര്. അതെന്തുകൊണ്ടാണ് 5 കൊടുത്തേ സുമിത്? 5 കൊടുത്ത് ഞാൻ മിക്കപ്പോഴും ഇവിടെ നിൽക്കുമ്പോഴേ ഇവള് സഞ്ജുവിന്റെ ഒക്കെ കൂടെ അവിടെ ഇവിടെ കിടന്ന് നടക്കണം. പിന്നെ അജിത്തിന്റെ കൂടെ. ഞങ്ങള് കെമിസ്ട്രി നല്ലതുണ്ട്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ചോദ്യം നമ്പർ 4. ഭർത്താവിന്റെ കരുത്ത്. കരുത്ത്. അതെന്താ ഇത്ര വലിയ കരുത്ത്? നയം വ്യക്തമാക്കുക. എന്ത് കരുത്താണ് ഈ ഉദ്ദേശിച്ചത്? വേറെ ഏത് തെറ്റിച്ചാലും ഇതാണ് തെറ്റിക്കില്ല. അതെന്താ കാര്യം? അതങ്ങനെയാ. എന്നാണ് നീ നന്നാവണേ? സുമിത് ഹിമ, ഭർത്താവിന്റെ കരുത്ത്. 3ഉം 5ഉം. അയ്യോ 3 ഉള്ളൂ. അന്ന് ആദ്യരാത്രിക്ക് എന്നെ എവിടെ കൊണ്ടിരുത്തി? അന്ന് ആദ്യരാത്രി റൗണ്ടിൽ എന്നെ പിടിച്ചോണ്ട് പോയാ മീത്ത് വലിച്ചോണ്ട് പോയില്ലേ? എവിടെ കരുത്ത്? എവിടെ കരുത്ത്? കഞ്ച് കരുത്ത്. ആദ്യരാത്രി റൗണ്ട് എടുത്ത് പറയണം എന്റെ കുട്ടി. എന്റെ ആദ്യരാത്രിക്ക് എന്നെ എവിടെ? അയ്യോ ആദ്യരാത്രി റൗണ്ടില്ലേ നമ്മള് മീത്തുമായിട്ട് കളിച്ചത്, അതിലെന്നെ പിടിച്ചോണ്ട് പോകും. എന്തായിരുന്നു ടൈറ്റിൽ പോസ്റ്റ്? ശക്തിമാൻ സരോണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ശക്തിമാൻ ഇപ്പൊ ഏതാ ഊരുന്ന്? ചോദ്യം നമ്പർ 5. അടിപൊളി ചോദ്യം. ഭാര്യയുടെ സൗന്ദര്യത്തിന് എത്ര റേറ്റിംഗ് കൊടുക്കും? കയ്യിലെടുത്ത് പിടിച്ചല്ലോ. സുമിത് ആൻഡ് ഹിമ റെഡി ആയിക്കോ. 3, 2, 1 ഗോ. എനിക്ക് കരുത്തില്ലെങ്കിൽ അവൾക്ക് സൗന്ദര്യമില്ല. തുണി പോകുന്നത് നിന്റെ തുണി സംഭവിക്കില്ല, കണ്ടാസ്വദിക്കും. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് ഭംഗിയില്ലേ? ഇല്ല, ഒന്നുള്ളൂ. ഹിമ, ഇത് ഹിമയുടെ അല്ലല്ലോ. ഇത് ഹിമയല്ലല്ലോ. ഇത് ഹിമയുടെ ടാറ്റു ആണോ? കല്യാണത്തിന്റെ ഫോട്ടോ. കല്യാണ ഫോട്ടോ ആണ്. ഒരു ന്യൂ ഇയറിന് ഗിഫ്റ്റ് കൊടുത്തതാ. ഫസ്റ്റ് ന്യൂ ഇയറിന് കല്യാണം കഴിഞ്ഞിട്ടുള്ള 4 വർഷം മേലെ. ഡോണയുടെ സൗന്ദര്യത്തിന് അജിത്ത് കൊടുക്കുന്ന മാർക്ക് 3, 2, 1 ഗോ. 2, 4. അതിനുള്ള ഉള്ളോള് വെറും 2. താങ്ക്സ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. വെറും 2 മാർക്ക് കൊടുത്ത ഏറ്റവും താൻ കിട്ടിയത്. ആറാമത്തെ ചോദ്യം ഷിട്ടു. ഭർത്താവിന്റെ മടി. ഭർത്താവിന്റെ മടി. ഒരു അക്ഷരം. അജിത്ത് ആൻഡ് ഡോണ. 4, 3. അടിപൊളി. എന്താണ് നമ്മൾ ഊരാൻ പോകുന്നത്? സെൻസറിങ്. ഏഴാമത്തെ ചോദ്യം വായിക്കേ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് നിങ്ങൾ എത്ര സ്റ്റാർ കൊടുക്കുന്നു? ഡോണ ദാമ്പത്യ ജീവിതത്തിന് 5 സ്റ്റാർ തന്നു. 4 കൊടുത്തോളൂ. എന്താ പറ്റി? ഓർണം ചെറിയ കുറച്ച് പോരായ്മകളുണ്ട്. ശരിയാക്കണം. ശരിയാക്കണം. ഓക്കെ, ഇപ്പൊ ഈ പോരായ്മ മാറ്റാം. ഇനിയും എല്ലാവരുടെയും കണ്ണുകൾ സുമിത്തിലേക്കാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് എത്ര സ്റ്റാർ? Come on.
ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. വേണം. ഭർത്താവിന്റെ മനസ്സ് അറിയാനുള്ള ഭാര്യയുടെ കഴിവ് നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യുന്നു? സുമിത് ആൻഡ് ഹിമ. അടിപൊളി. അജിത് ആൻഡ് ഡോണ. അജിത്തെ പെട്ടി. ഹസ്ബൻഡ്സ് ഇൻ ഗോവ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഇവര് ഈ ഒരു അവസ്ഥയിൽ എത്തും എന്ന് കമ്പനി നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ട് ഇവർക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാനായിട്ട് ബീച്ച് ഡ്രസ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടുപേരും ഇവർ അണിയുന്നതായിരിക്കും. കമോൺ. ഈ ഒരു ടാസ്കിനെ പറ്റി DPക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇതുപോലെ ടെൻഷൻ അടിച്ചിട്ടില്ല. ഇതിന്റെ മുമ്പിലത്തെ അത് എന്നെ ഒരുമാതിരി ഹാർട്ട് വീക്കാക്കി, ഇത് അതിലും കൂടുതൽ വീക്കാക്കി. നിങ്ങൾ എന്താ എല്ലാരും? അതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും മുൾമുനയിലാണ് പ്രേക്ഷകരെയും DPയും ഞങ്ങൾ ഇരുത്തുന്നത്. വെരി ഗുഡ്. വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കളിക്കാമായിരുന്നു, എസ്പെഷ്യലി സുമിത് ആൻഡ് ഹിമയ്ക്ക്. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ഈഗോ വാറായി മാറി. കരുത്ത് തെളിയിക്കാത്തത് കൊണ്ട് തന്നെ സൗന്ദര്യത്തിന് മാർക്ക് മാറ്റി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ബട്ട് ഇൻ ജനറൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ നമ്പേഴ്സ് എടുക്കാവുന്നതാണ് ഒരു ധാരണ ഉണ്ടെങ്കിൽ. ആ ധാരണയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഗെയിം വാസ് എന്റർടൈനിങ്. ഗെയിം ഇവിടെ നിന്നത് നന്നായി. ഇല്ലെങ്കിൽ ആദ്യ ഭാഗം സിനിമയുടെ രണ്ടാം ഭാഗം ഇവിടെ നടന്നേ. ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്ന് പറയുന്ന ടാസ്കിന്റെ വിജയ് സുമിത് ആൻഡ് ഹിമ. ഇവിടെ ഒരു അലക്കല് വന്നിട്ടുണ്ട്, ബക്കറ്റ് ഉണ്ട്, കുറെ സാധനങ്ങളുണ്ട്, സോപ്പ്, തുണി, സോപ്പ് പൊടി ഒക്കെ ഉണ്ട്. ഇത് എന്തിനാണ് എന്ന് അറിയണമെങ്കിൽ ഇത് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർ വരണം അല്ലെ? എന്നാൽ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം അവരെ. ലെറ്റ്സ് വെൽക്കം രഞ്ജിത്ത്, റിജി, നിസാർക്ക, ഇത്ത. കം ഓൺ. എല്ലാരെയും കണ്ടല്ലോ. ഓക്കെ, നമ്മൾ സ്പെഷ്യലി നോട്ട് ചെയ്യേണ്ട ആളാണ് രഞ്ജിത്തും. രണ്ടുപേരുണ്ട്, രഞ്ജിത്ത്, റിജി. കാരണം നമ്മുടെ എലിമിനേഷൻ സമയത്ത് രഞ്ജിത്ത് ഒരു പരിഭവം പറഞ്ഞായിരുന്നു. പെർഫോം ചെയ്യാനുള്ള ഒരു സാധനം, ഒരു ആക്ടിങ്ങിന്റെ സ്കിൽ അങ്ങോട്ട് കാണിക്കാനുള്ള ഒരു സാധനം എനിക്ക് കിട്ടിയില്ല. ഗെയിംസ് ആണ് കൂടുതൽ എന്ന് ഒരു കാര്യം രഞ്ജിത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്ലോർ അല്ലേ, നമ്മൾ അവസരം കൊടുക്കാതിരിക്കോ? അവസരം കൊടുത്തു. കൂടെ കട്ടക്ക് നിൽക്കുന്ന രണ്ടുപേരെയും കൊടുത്തിട്ടുണ്ട്. ഒട്ടും മോശമല്ലാത്ത രണ്ടുപേരും. ഇവര് 4 പേരും കൂടെ ചേർന്നിട്ട് ഒരു ഉഗ്രൻ ഗ്രൂപ്പ് സ്കിറ്റ് നമുക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കാൻ പോവാണ്. ഇവരൊന്നും പറയത്തില്ല, പെർഫോമൻസ് കഴിഞ്ഞാൽ പറയുള്ളൂ അല്ലേ? അല്ല, ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ടാ. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് രഞ്ജിത്തും സംഘവും അവതരിപ്പിക്കുന്ന ഗ്രൂപ്പ് സ്കിറ്റ്. റിഹേഴ്സൽ നോക്കണ്ടോ? വേണ്ട വേണ്ട വേണ്ട. കൈവടിഞ്ഞല്ലോ, 6 മണ്ണിൽ നിന്നെരിഞ്ഞമരുന്നു അവകാശമെല്ലാം. നല്ലൊരു ആലോചനയാണ്. വരുന്ന കോലം കണ്ടില്ലേ? ഫുൾ ടൈം വെള്ളമാ. അവകാശം രാവിലെ സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതാ, എന്നിട്ട് കൈവീശി വരുവാ. ഇയാളെ എന്നാ അടിക്കാടി? എന്നാ ചെയ്യുന്നത്? എന്നാ ഞാൻ ഇവിടെ തുണി കഴുകാ മനുഷ്യ. തുണി കഴുകുവാണോ അതോ അപ്പുറത്തെ വീട്ടിലെ കോന്തനെ നോക്കിയിരിക്കുവാണോ? നിങ്ങൾ എന്തിനാ മനുഷ്യ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? എടി എടി എടി, ഇന്നലെ നീയാണോ അടുക്കള വാതിൽ തുറന്നിട്ടത്? എന്റെ മനുഷ്യൻ, നിങ്ങൾ ഇന്നലെ അടുക്കള വാതിക്കല്ലേ കിടന്നുറങ്ങിയത്? അപ്പൊ ഇത്തിരി ശുദ്ധമായി കയറട്ടെന്ന് ഓർത്ത് തുറന്നിട്ടല്ലേ ഞാന്. എങ്ങനെയാ ശുദ്ധവായു? ആ ശുദ്ധവായു തിരിച്ചിറങ്ങി പോയപ്പോഴേ എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ട് ഇറങ്ങി പറയണ കേട്ടോ. പിന്നെ ഇവിടെ ഒരു എന്നാ എല്ലാ അനങ്ങിയ ഞാൻ അറിയും. നിങ്ങൾ എന്ത് വൃത്തികെട്ട മനുഷ്യനാ നിങ്ങള്. എന്തോ വൃത്തിയാണ്? നിങ്ങളെ അപ്പുറത്തെ വീട്ടിലെ അയക്കാനെ കണ്ടുപിടിക്കേ. കള്ളു കുടിക്കത്തില്ല, ബീഡി വലിക്കത്തില്ല, മിടുക്കനാ മിടുക്കൻ. മിടുക്കൻ മിടുക്കൻ വന്നല്ലോ. എടി, അങ്ങേർക്ക് എത്ര പിള്ളേരുണ്ട്? അങ്ങേർക്ക് പിള്ളേരൊന്നും ആയിട്ടില്ല. പിള്ളേര് ആയിട്ടില്ല. എനിക്കോ 2. അപ്പൊ ആരാ മിടുക്കൻ? അപ്പൊ ആരാ മിടുക്കൻ? നിങ്ങൾ പോവാൻ മനുഷ്യൻ. ഞാന് ഇപ്പൊ പോയിട്ട് വരാം. ഒന്ന് വെളിയിൽ പോയിട്ട് വരാന്ന്. മിസ്റ്റർ, ഇങ്ങനെ ഈ ഭാര്യനെ വഴക്ക് പറഞ്ഞ് ഇവിടെ തല്ലൂടി നടക്കാൻ നിനക്ക് നാണാവില്ലേ? ഞങ്ങൾ ഇവിടെ നല്ല കുറച്ച് ഫാമിലി താമസിക്കുന്ന വീടാണ്. വന്നല്ലോ മിടുക്കൻ. മിടുക്കൻ തന്നെയാണ്. ഞങ്ങള് ഇവിടെ ഈ കോളനിയിൽ നിങ്ങളെ പോലെ
ഇത്രയും വൃത്തികെട്ട കൾച്ചർ ഇല്ലാത്ത ആൾക്കാരില്ല. ഡാർലിംഗ്, നമ്മൾ എന്തിനാ ഈ കൾച്ചർ ഇല്ലാത്തടത്ത് സംസാരിക്കണേ? നമ്മളെ സ്റ്റാൻഡേർഡിന് ചേർന്നതാണോ ഇതൊക്കെ? നമുക്ക് പോവാം. എക്സ്ക്യൂസ് മീ. ഞാൻ കുടിയന്മാർക്ക് കിസ് കൊടുക്കാറില്ലേ മിസ്റ്റർ? നമുക്ക് പോവാം. നിന്നെ പറഞ്ഞപ്പോ അവന് കൊണ്ടോ? നിന്നെ പറഞ്ഞപ്പം അവന് കൊണ്ടോന്ന്. അതങ്ങോട്ട് കളി, അങ്ങോട്ട് കളി, അങ്ങോട്ട് കൊടുക്കത്. ഇത് നിങ്ങളുടെ ഇതുപോലെ എത്ര ഉണ്ടാവും? ഇത് അവന്റെ ആവും. എന്റെ അല്ല, ഞാനിത് ഇടാറേ ഇല്ല. ഞാൻ എത്ര ദിവസമായിട്ടറിയോ ഇത് അന്വേഷിച്ച് വീട് മൊത്തം പരതി നടക്കണോ? സത്യം പറയ് ഡാർലിംഗ്, ഇതെങ്ങനെ അവളുടെ കയ്യിലെത്തി? നിനക്കറിയാലോ, ഞാനൊരു പാവ. നിങ്ങളൊരു പാവ. നിങ്ങളെ പറ്റി ഞങ്ങൾ പണ്ട് നാട്ടിൽ അന്വേഷിച്ചപ്പോഴേ ആ നാട്ടിലും മൊത്തം അയ്യടാ, നീയൊരു പുണ്യാളത്തി. ഈ 10ാം ക്ലാസ് തോറ്റിട്ട് തുണിക്കടയിൽ ജോലിക്ക് പോയപ്പോ അവിടെയുള്ള കഥ നാട്ടില് മൊത്തം നിങ്ങളെ വലിയ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾ പണ്ട് പട്ടാളക്കാരെ ഭാര്യയായിട്ടുള്ള പരിപാടി മുഴുവൻ നാട്ടില് മൊത്തം അയ്യോ, 5ല് പഠിക്കുമ്പോ സുരേഷ്, 6ല് പഠിക്കുമ്പോ രാജേഷ്, 7ല് പഠിക്കുമ്പോ മഹേഷ്, ഇവരൊക്കെ ആയിട്ട് ജാഥയായിട്ട് 10ലെത്തിപ്പ നിങ്ങള് വലിയ വർത്താനം ഒന്നും പറയണ്ട. മറ്റേ അപ്പുറത്തെ അവരുടെ വീട്ടില് അത് പെട്ടെന്ന് കണ്ടിന്യൂ ചെയ്തോളൂ. അതല്ല, അത് മറ്റേ 5 അല്ല, ഒന്നും കൂടി എടുക്കാൻ പറ്റില്ല ജീപ്പ്? അല്ല, അത് അവിടെ ചോദിച്ചിട്ട് വേണം പറയാൻ. എടുക്കാൻ പറ്റുമോ ഇനി? കണ്ടിന്യൂ ചെയ്തോ, നമ്മൾ അവിടുന്ന് അങ്ങനെ എടുത്തോളാം. അല്ല അതെന്താ വെച്ചാലേ, ആ പറയുന്ന ഡയലോഗ് ഉണ്ട്, ലാസ്റ്റ് ഒരു ഡയലോഗ് വരുന്നുണ്ട്. ആ ഡയലോഗ്, അതേ ഡയലോഗ് വെച്ചിട്ടാണ് പിന്നെ രഞ്ജിത്തിന്റെ ഡയലോഗ് വരുന്നത്. അപ്പൊ അത് കണ്ടിന്യൂ ഈ ഡയലോഗ് തന്നെ അവിടെ വരണം. അല്ല, നിങ്ങളുടെ അടുത്ത് റിഹേഴ്സൽ വേണോന്ന് ചോദിച്ചു, പ്രാക്ടീസ് വേണം. നമ്മളൊരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കില്ലേ, ഇവിടെ ജഡ്ജ് ചെയ്തോണ്ടിരിക്കില്ലേ. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് മുഴുവൻ മാറ്റി എഴുതണ്ടേ? പക്ഷെ ഇവിടെ പലരും ചെയ്തപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ സാറേ, നമുക്ക് അവസരങ്ങൾ വന്നത്. നമ്മള് ഫൈനൽ ഷെഡ്യൂളുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിയാറായി. ഈ സമയത്ത് ഇങ്ങനെ ഈ പകുതിയിൽ നിന്ന് നിർത്തിയിട്ട് നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പലതവണ എത്ര ഡയലോഗുകൾ എത്ര പേര് മറന്നുപോയിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയം എപ്പോഴാണ് നിങ്ങൾ ഇപ്പൊ നിർത്തിയെന്ന് കണ്ടിന്യൂ ചെയ്തോളൂ. അതവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിലേ പറഞ്ഞത്. അപ്പൊ ആ ഡയലോഗ് അവിടെ ഇക്കോട് പറഞ്ഞല്ലേ അത് പഠിച്ചിട്ട് വരുന്നത്. എന്തൊരു വർഷം ഞാൻ ചോദിച്ചോട്ടെ. അല്ല സാറേ, നമുക്കിപ്പോ ഒന്നുകൂടെ എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ അവരൊക്കെ ഷീറ്റ് ഇതെടുത്തപ്പോ തന്നെ എടുത്തതല്ലേ സംഭവം. നമ്മളൊരു പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ ജഡ്ജ്മെന്റ് പകുതി വരെ എത്തിയിട്ട് നമ്മൾ പകുതിയിൽ നിർത്തിയിട്ട് ആദ്യം മുതൽ പോവാ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? വിഷമിക്കുന്നുണ്ട്. എന്തിനു വിഷമിക്കിന്? ഇന്നലെ ഇക്കോട് ചോദിച്ചാണ് പഠിച്ചിട്ടുണ്ടോ ഇന്നൊരു പറഞ്ഞപ്പോഴും നമ്മൾ ചോദിച്ച കാര്യമാണ്. അത് എത്ര റിഹേഴ്സൽ വേണ്ട എന്ന് പറഞ്ഞപ്പോ നമ്മളെ ഒരു പേഴ്സണൽ ആയിട്ടൊരു അഭിപ്രായം പറയാം കേട്ടോ. വേറെ സംബന്ധിച്ചാല് റിയാലിറ്റി ഷോ, ഒരു മത്സര പരിപാടി പോലുള്ള പരിപാടിയില് തെറ്റാൻ പാടില്ല. തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് റീടേക്ക് എടുത്ത് ചെയ്യണത് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ഷോ അല്ലല്ലോ, മത്സര പരിപാടി അല്ലാണ്ടായി മാറില്ലേ. പക്ഷെ അതിന് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനെ എലിമിനേഷൻ എപ്പിസോഡുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതൊരിക്കലും ചെയ്തിട്ടില്ല. തുടക്കം സമയങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് കഴിഞ്ഞ തവണ ഏകദേശം എലിമിനേഷന്റെ വക്കിൽ വന്ന ഒരാളാണ്. അതാണ് എനിക്ക് സങ്കടം. എന്നിട്ട് ഞാൻ ഇക്കോട് പറഞ്ഞു, സത്യം പറഞ്ഞ ഒരു പ്രശ്നമാണ്. അറിഞ്ഞ ഒത്തിരി വിഷമത്തോടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഒറ്റ പരിപാടിയാണ് കാണിച്ചത്. നിങ്ങളൊരു ലേസിനസ് ആണ് ഈ ഒരു ഒറ്റ പ്രോഗ്രാം. എന്നെ പറഞ്ഞോ? എന്തിനാ പറഞ്ഞ എന്താ കുഴപ്പം? എന്നെന്തിനാ പറയാ? ഞാൻ പിന്നെ ഇത് ഇത്ര ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല.
പുള്ളി ഇത്ര കിടന്ന് കളിക്കേണ്ട കാര്യം വിഷമം കൊണ്ട് എല്ലാവർക്കും ഉണ്ട്. എന്തോ ജീവ ചൂടാകുന്നിടത്ത് ജീവയുടെ മോഹം കണ്ടോ ചൂടായില്ലല്ലോ. ചിരിച്ചോണ്ട് ജീവ ഞാൻ പറഞ്ഞാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ കിട്ടിയോളാം. അല്ല, നമ്മളിങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല. ഇടപെടാവുന്നതാണ്, ഈ പരിപാടി നടത്താവുന്നതാണ്. അല്ല, ഇത് അവിടെ നിർത്താം. സൈലൻസ്. നമ്മൾ ഇങ്ങനെ ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സ്കിറ്റിന്റെ തന്നെ ആവശ്യമില്ല. ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോ റിഹേഴ്സൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ജഡ്ജ് ചെയ്തോണ്ടിരിക്കുമ്പോ വേണോന്ന് ചോദിച്ചതാണ്. റിഹേഴ്സൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കോൺഫിഡന്റ് ആയിട്ട് ഇറങ്ങുമ്പോ ശരി തെറ്റി, സ്വാഭാവികമായിട്ട് ഇതുവരെ നാണം കട നമ്മളില്ല. ഒരു കത്തും പറഞ്ഞു നമുക്ക് അന്തസ്സുള്ള അതിനെ കിറ്റിയുടെ കാലൊക്കെ എന്താ കെട്ടുകൾ തെറ്റിപ്പിച്ചു. ഞങ്ങൾ കിട്ടിയോ ജീവ എന്തോ ആവശ്യമില്ല. രഞ്ജിത്ത്, ഇതൊരു മത്സരമാണ് സാറേ. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു ചാൻസ് തരാന്ന് ചോദിച്ചു ഇവരെല്ലാം ടവകളിക്ക് സാറും കണ്ടല്ലോ. ഒരു മത്സരത്തിന് ഇതാണോ നിങ്ങളുടെ ഒരു മാന്യത എന്ന് പറയുന്നത്? ഇങ്ങനെയാണോ മത്സരിക്കുന്നത്? നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ഒരു അവസരം തന്നല്ലേ? ആ അവസരം ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ കൂടെ ഇങ്ങനെ നാണം കണ്ട കാര്യം എനിക്കില്ല. ഞാൻ പോവാണ്. ഇത്രയും വലിയൊരു അവസരം തന്നിട്ട് ഞാൻ അന്തസ് കാണിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാന്ന് കരുതരുത്. എനിക്ക് ഒത്തിരി മനസ്സിലൊത്തിരി വിഷമം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. എല്ലാവരോടും സോറി കേട്ടോ. ഇനി ഇമോഷണൽ ആവുന്ന എന്തിനാ? ഇമോഷണൽ ആകാത്ത പിന്നെ എന്താണ്? ഒരു പ്രാവശ്യം ഈ സംസാരിച്ച സമയം പോലും വേണ്ടായിരുന്നല്ലോ. ഡിഡി ഒന്നുകൂടെ ചെയ്താ പോരെ? ഇതെന്താ ഇത്? ഇനി ചെയ്യണില്ല. ഇനി എന്തിനാ ചെയ്യണ? കണ്ടോ, ഇത്ര നേരം സംസാരിച്ചിട്ട് ഇത് തന്നെയായിരുന്നു പരിപാടി. ഇനി ചെയ്യണില്ല. എല്ലാരും ക്ഷമിക്കണം. ഇത് മിസ്റ്റർ മിസ്സസ് എല്ലാരോടും സോറി. രഞ്ജിത്തെ തകർന്നുട്ടാ. ഞാൻ വിചാരിച്ചേക്കാളും നീ പെർഫോം ചെയ്തു. എല്ലാവരും ക്ഷമിക്കണം. ഇത് ഞങ്ങളൊരു മിസ്റ്റർ മിസ്സസിന്റെ ഷോ ആയിരുന്നു. ഇത്ര സ്വിച്ച് ഇട്ട പോലെ കരയുന്ന എന്റെ പിടിവള്ളി പോയത് അവിടെ നിന്നാണ്. നിങ്ങൾ കരയുന്നുള്ളൊരു സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ ഇനി ഞെട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും പറയാം, രഞ്ജിത്തും മിക്കയും വന്ന് സംസാരിച്ചിരുന്നു. അവർക്ക് ഇവിടെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. എല്ലാ സ്കിറ്റും ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളോടൊക്കെ അറിഞ്ഞോ അറിയാതെയോ ആ സ്കിറ്റിന്റെ ഭാഗമാവാൻ പറ്റുമോ എന്നുള്ള അനുവാദം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അതിന്റെ ഭാഗമാവാം, എനിക്കതിൽ വിരോധമില്ല. ഞാൻ പ്രതീക്ഷിച്ചേക്കാട്ടിലും പൊളിച്ചടുക്കി മക്കളെ, പൊളിച്ചടുക്കി. പറയാതിരിക്കാൻ വയ്യ. ചില്ലറ കളിയല്ല നിങ്ങൾ കളിച്ചത്. ആ കണ്ണീര് എന്നൊക്കെ പറയുന്നത് മനസ്സിൽ തട്ടിയുള്ള കണ്ണീരാണ്. ഡോണയുടെ അപർണയുടെയൊക്കെ. അതിന് എല്ലാവരോടും ഈ 4 പേരും പോയിട്ട് ഒരു കയ്യൊക്കെ കൊടുക്കൂ. അല്ല, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടുന്ന് ആരാ രഞ്ജിത്തിന് വെള്ളം കൊടുത്തേ? ആ വെള്ളം കൂടി കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും വിശ്വാസം ഇത് ഒറിജിനലാണ്. ആ വെള്ളം കൂടി ഒരു രക്ഷയില്ലാത്ത വെള്ളം കൂടിയായിരുന്നു. കറക്റ്റ് ഒരാൾക്ക് ദേഷ്യം വന്നിട്ട്, വിഷമം വന്നിട്ട് ഒരാൾ കുടിക്കുന്ന വെള്ളം കൂടി ഉണ്ടല്ലോ, അത് നമുക്ക് എനിക്ക് അപ്പോഴെനിക്ക് തോന്നി ഇത് ഒറിജിനലാ, പണി പാളിയോ. ഞാൻ 2 ശതം പൊറോട്ട ഇറക്കിയിരുന്നില്ല. അമ്പോ, എന്റെ ഹാർട്ട് വീക്കുള്ള ആളാ. ഇങ്ങനെ ടെൻഷൻ തരരുത് എന്റെ അമ്പോ. എന്താ പെർഫോമൻസ്, അടിപൊളി. ഇത് ജീവിക്കായിരുന്നോ നിങ്ങളതോ ഉള്ളിലുള്ള ദേഷ്യം? ഐ റിയലൈസ് സംതിങ്. ഒരാള് നമ്മുടെ ഈ ഒരു ഫാമിലിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര അതും ഇങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക് ഇത് ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവുക കഴിഞ്ഞ എലിമിനേഷൻ എപ്പിസോഡിൽ നിന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഞാൻ കഴിഞ്ഞ എലിമിനേഷൻ എപ്പിസോഡിന്റെ സമയത്ത് ഞാൻ കണ്ടൊരു എനർജി ഉണ്ട് ഈ ഫ്ലോറിൽ. അവസാനത്തെ 2 കപ്പിൾസിനെ പിടിച്ചു നിർത്തിയിട്ട് ഇതിൽ നിന്ന് ഒരാൾ പോകുന്നു പറഞ്ഞപ്പോ ഞാൻ ആ സേഫ് സോണിൽ ഇരിക്കുന്ന ആളുകളായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ, കാര്യം തമാശയാണെങ്കിലും അല്ല, ഞാനിത് കാര്യമായിട്ട് പറയാ. കാര്യം തമാശയൊക്കെ ആണെങ്കിലും രഞ്ജിത്ത് നമ്മുടെ പുള്ളിനെ ആദ്യം തന്നെ മെർമേഡിൽ വെച്ച് ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ പുള്ളി കാണാൻ ആഗ്രഹിച്ചു, ഒന്ന് സംസാരിക്കാൻ തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതി എന്നൊക്കെ പറഞ്ഞേച്ച് പുള്ളി. നിങ്ങളും റിയാലിറ്റി ഷോയിലൂടെ വന്ന ആളല്ലേ? അല്ല, സംഗതി റിയാലിറ്റി ഷോ ആണെങ്കിൽ പോലും അല്ല, ഞാൻ തമാശയായിട്ട് പറയല്ല, ഞാൻ കാര്യമായിട്ട് പറയാം.
ഇവിടെ ഇന്ന് ഇരിക്കണവർക്ക് കുറെ വിലയും കാര്യങ്ങളൊക്കെ ഉള്ളവരാ. അവരിതിലെ ഉള്ള കളിച്ച് നടക്കുന്ന ആളുകളല്ല. അത് മനസ്സിലാക്കണം. കാരണം നമ്മളിവിടെ ഓരോ കസേരയിൽ കൊണ്ടുവന്നിരുത്തിയേക്കണത് പിന്നെ ഇത് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തിട്ട് കാര്യം പെർഫോമൻസ് ഒക്കെ ചെയ്തോ. അപ്പോൾ ഇരിക്കണ ആളുകൾക്കും ഒരു വില കൊടുത്തിട്ട് വേണം ഇതുള്ള പരിപാടി ചെയ്യാൻ. നിങ്ങൾക്ക് മാത്രമല്ല അഭിനയിക്കാൻ അറിയാവുള്ളൂ. ഒന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും പറയണം. നമിച്ചു. ആക്ച്വലി എനിക്കിപ്പോഴും ഷോക്കിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. കാരണം ഈ കുറേ സംഭവങ്ങൾ നിങ്ങൾ ചെയ്തപ്പോൾ ഈ ബക്കറ്റ് ചവിട്ടി തെറിപ്പിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. ശരിക്കും ഇവർ അടി ചെയ്യാണോ അല്ലെങ്കിൽ റിയൽ ആണോ ഇത് സ്കിറ്റാണോ ഒന്നും മനസ്സിലായില്ല. പിന്നെ ഇടക്കിടക്കൊക്കെ സംശയം തോന്നി, ഇവിടെ ഇത്ര അടി ഉണ്ടായിട്ട് ക്രൂ ഒന്നും ആരും ഇങ്ങോട്ട് വരുന്നില്ല. അതായിരുന്നു പ്രശ്നം. എത്ര തവണ നിങ്ങളെ ഞാൻ വിളിച്ച് കുറച്ച് സ്വാഭാവികതയാവല്ല. ഇനി മനസ്സിലാക്കാം. ഇവിടെ ആര് ചത്ത് വീണാലും ഇവരാരും അപ്പൊ പതിപോലെ ഒരുപാട് ടാസ്കുകളും ഒരുപാട് പണികളും ഒക്കെ നിറഞ്ഞായിരുന്നു നമ്മളുടെ ഇന്നത്തെ മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ എപ്പിസോഡ്. വക്കീൽ എൻജോയ് ചെയ്തില്ലേ? തീർച്ചയായിട്ടും. സൂപ്പർ സ്റ്റാർ കപ്പിൾസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ്? കാര്യമായിട്ട് ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്ത് കളഞ്ഞു കേട്ടോ മീത്ത്. സൂപ്പർ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്, അടിപൊളിയായിരുന്നു. ഇനി കുറച്ച് ഗൗരവമൊക്കെ വിട്ടിട്ട് അടുത്ത എപ്പിസോഡ് പിന്നെ പഴയ മീത്താവും. അത് വിട്. GPDP പൊളിയല്ലായിരുന്നു, തകർത്തു. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അല്ലേ ഷിട്ടോ? അതെ, അതിന് മുന്നേ ഒരു ചെറിയൊരു ഒരു എന്റർടൈൻമെന്റും കൂടെ കൊടുത്തിട്ട് നമുക്ക് അതെ നമ്മളൊരു ലാസ്റ്റിലത്തെ അവസാന വെടിക്കെട്ടെന്ന് പറയുന്ന പോലെ ഫൈബർ ടെക്നോളജി ഉള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് പ്രൗഡ്ലി പ്രസൻസ് അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ. അപ്പൊ ഈ ഒരു അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ വീഡിയോ കൂടെ കണ്ടിട്ട് നമ്മള് ബൈ ബൈ പറയുവാണ്. രഞ്ജിത്തും റിജിയും കൂടെ ചേർന്നിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ ടൈറ്റിൽ സോങ് എന്ത് ചെയ്യാൻ പോകുന്നു? ടൈറ്റിൽ സോങ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു പെർഫോമൻസും കൂടെ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ അത് കണ്ടിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ അടുത്ത ആഴ്ച കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് അപർണ. Bye from Cutie the Beauty Soap and BSY Noni Hair Color Shampoo. Co-presents Mr. and Mrs. Blockbuster partner MyG, co-powered by Asian Paints, Cadbury Dairy Milk, Crispello. Special partner Soapec. Good night. Mr. and Mrs. 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 കാലത്ത് വന്നരക്കണിക്കവൻ എടുത്തു വച്ച കാപ്പിക്ക് ഉപ്പ് ചേർത്തതും ഫോണിൽ കളിച്ചിരുന്നു നേരമൊട്ടു പോയതിന്റെ കോപം തലക്കടിച്ചതും കണ്ണൊന്നു കൂടിയ എന്തും മടങ്ങിയ കെട്ടിയോനൊരൊറ്റ തോഴിയായിരുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സസ്. Mr. and Mrs.